ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പനിക്കൂർക്ക ബജിയാണ് ഇട്ടൊന്ന് ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. ഈ ബജി ഉണ്ടാക്കാൻ പനിക്കൂർക്ക ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ച് നല്ല ഇല നോക്കിയിട്ട് നുള്ളിയിരിക്കുന്നുണ്ട് ഞാൻ, ഒരു 10-15 ഇല. ഈ പനിക്കൂർക്കൻ്റെ ഔഷധ ഗുണമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ജലദോഷത്തിനും ചുമയ്ക്കും കഫക്കെട്ടിനൊക്കെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും വാട്ടി പിഴിഞ്ഞിട്ട് നീരെടുത്ത് കഴിക്കുന്നത് നല്ലതാണ്. ഇത്രയും ഇല ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. നീ 2-3 പ്രാവശ്യം നല്ലോണം അത് കഴുകിയിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ ചരിച്ച് വെക്കുക. അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കുക. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, 1/2 ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു മുട്ട അതിലടിച്ച് ചേർത്തുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. ആ കോഴിമുട്ട അതിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മിക്സാക്കി എടുക്കുക. മിക്സാക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒരു ദോശമാവിൻ്റെ പാകത്തിൽ കലക്കിയെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു പാകത്തിലാണ് മാവ് വേണ്ടത്. അപ്പോഴേക്കും ഞാൻ ചീനച്ചട്ടിയിൽ ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചൂടായിട്ടുണ്ട്. ഇനി ഓരോ ഇലകളായിട്ട് ഈ മാവിൽ മുക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ നല്ലോണം അങ്ങനെ പൊള്ളി വരും. ആ ഞെട്ട് ചട്ടകം കൊണ്ട് എണ്ണയിലേക്ക് താഴ്ത്തിയിട്ട് വേവിച്ചെടുക്കണം. ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇതങ്ങോട്ട് കോരിയെടുക്കുക. അങ്ങനെ എല്ലാ ഇലയും മാവിൽ മുക്കിയിട്ട് ചുട്ടെടുക്കുക. ഇത് അപ്പം തന്നെ കഴിക്കണം കേട്ടോ. അത് കുറച്ച് നേരം വെച്ചിരിക്കുമ്പോഴേക്കും തണുത്തിട്ട് ഇങ്ങനെ ഒരു ശീല പോലെയാവും. ഇത് ഉണ്ടാക്കി വിടുമ്പം കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ കഞ്ഞിക്കൂർക്കലേൻ്റെ രസമൊന്നുമല്ല, അതാണെന്നേ അറിയില്ല, നല്ലൊരു രസമാണ് കേട്ടോ അത് കഴിക്കാൻ. പനിക്കൂർക്കയില കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഔഷധ ഗുണമുള്ളതും സ്വാദിഷ്ടവുമായ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.